നമസ്കാരം. സുധാകരൻ ഒരു തീരുമാനമെടുത്തു. ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് താനില്ല. നല്ല കാര്യം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ജി സുധാകരൻ ഇനി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നോ, കെ സുധാകരൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നോ, കെ സുധാകരന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നോ ഒന്നും ഇനി കരുതാൻ കഴിയില്ല എന്ന് അദ്ദേഹം അഡ്ഡമൻ്റായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അത് കഴിഞ്ഞ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് അവിടെ ടി ഒ മോഹനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി, അതേസമയം കെ സുധാകരനെ ഒഴിവാക്കി നിർത്തുന്നു. ഒടുവിൽ കെ സുധാകരൻ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിക്ക് പോയതിനു ശേഷം കെ സുധാകരൻ അവിടെ പോയിട്ട് വലിയ പ്രശ്നവും തിരക്കൊള്ളിക്കലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തിരികെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇതിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ട് പോയ കാര്യം, ഞാൻ ഇവിടെ മത്സരിക്കും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ 3 വട്ടം അടിവരയിട്ട് പറഞ്ഞിട്ടാണ് ഈ സുധാകരൻ മാറി നിൽക്കുന്നത്. അതായത് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരും. എന്നാൽ അവിടെ അതല്ല സംഭവിച്ചത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം അടപടലം കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ വെട്ടിക്കളയുകയോ ചെയ്തത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. എന്നിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു പുതിയ ടേം എന്ന് പറഞ്ഞാൽ എംപിമാരും മത്സരിക്കേണ്ട. എന്താ, ഇതിന് മുൻപ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എംപിമാരും മത്സരിച്ചിരുന്നില്ലേ? മത്സരിച്ചിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാൻ കഴിയും. കെ സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരെ ഇവിടെ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കെ സുധാകരനെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് എന്ന് പറയാൻ നമുക്കറിയാം, ഇതൊരു കോൺസെപ്റ്റ് മാത്രമാണ്. ഹൈക്കമാൻഡ് നമുക്കറിയാവുന്ന പോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും എല്ലാം അടങ്ങുന്ന ഒരു ടീമാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ്. ഈ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി ഹരിയാനയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ടെന്നുള്ള വാർത്തകളൊക്കെ വരികയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കോഴ കൊടുത്തു എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തിരുവനന്തപുരത്തെത്തി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്യാണ്. കോടിക്കണക്കിന് രൂപ കോഴ ഇടപാട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ ഈ ഹൈക്കമാൻഡിനെ ഏത് രീതിയിലും സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമായ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ്. അതിനപ്പുറത്ത് വേറെ ഒരു നേതാവിനെ നമുക്കവിടെ പരിഗണിക്കാൻ കഴിയില്ല. കെ സി പറയുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ചലിക്കില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും ചലിക്കില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അവിടെയാണ് ഈ കെ സുധാകരൻ അവിടെ പോവുകയും തനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്നത് തുടങ്ങിയിട്ടുള്ള വലിയ ഒരു മാരത്തോൺ ചർച്ചകൾ അവിടെ നടന്നു എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ചർച്ച നടന്ന ഏറ്റവും ഒടുവിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കീഴ്പ്പെട്ട് തിരികെ കേരളത്തിലേക്ക് മടങ്ങിയെത്തി. എങ്കിലും ഇവിടുത്തെ കെ സുധാകരൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ വിജയശ്രീ ലാളിതനായി തന്നെയാണ് തിരികെ കേരളത്തിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് പൊതുവിൽ ധരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിലേക്ക് എത്തി. പിന്നീട് ടി ഒ മോഹൻ എന്ന് പറയുന്ന നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇദ്ദേഹം BJP പ്രവർത്തകരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും ചർച്ച നടത്തിയെന്നും, അതായത് BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യക്ഷമമായ ചർച്ചകൾ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി സി രഘുനാഥ് എന്ന് പറയുന്ന ഇതിനു മുൻപ് കെ സുധാകരൻ്റെ വലിയ അടുത്ത അനുയായിയായിരുന്ന 2023 കോൺഗ്രസ് വിട്ട്, അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലാ DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ഈ കോൺഗ്രസുമായി വിട്ടിട്ട് ഒരു ദുഷ്ടക്കൂട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേരുകയും പിന്നീട് ഇപ്പോൾ നിലവിൽ അദ്ദേഹം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് സി രഘുനാഥ്. ഈ സി രഘുനാഥുമായി കെ സുധാകരൻ വലിയ തോതിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അദ്ദേഹം തന്നെ പുറത്ത് പറയുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ജി സുധാകരനുമായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോവുക അസാധ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം സി രഘുനാഥ് സംസാരിച്ചു കഴിഞ്ഞാൽ പറയും നമുക്ക് ആലോചിക്കാം എന്നുള്ള നിലയിൽ കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി കൂടി ഉണ്ടായി എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇപ്പോൾ തുടരാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായ ഉത്തരം മാത്രമാണ്. ഇന്ന് കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഒരു സംഘം, ഈ പറയുന്ന നെക്സസ്, ഇതിനു മുമ്പ് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ PV അൻവർ പറഞ്ഞ പോലെ ഒരു നെക്സസിൻ്റെ പിടിയിലാണ്. അതിൽ പലരും ഉൾപ്പെടും. ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടും, അവിടെ ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടും, ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടും, VD സതീശൻ ഉൾപ്പെടും. ഇവരെല്ലാം കൂടെ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്.
വേണുഗോപാലാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു നിൽക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ്. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറിയ പങ്കും കെ സി വേണുഗോപാലിന്റെ ചുവടുതാങ്ങികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ജാതി മത എല്ലാ സമവാക്യങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. അതിൽ വി ഡി സതീശൻ പക്ഷത്തിനും രമേശ് ചെന്നിത്തല പക്ഷത്തിനും വലിയ തോതിലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കെ സി വേണുഗോപാലിന്റെ അടക്കം ഇങ്ങനെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുച്ചൂടും ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഒഴിവാക്കി കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു ഭാവിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. തന്നെയുമല്ല, തനിക്ക് പ്രായാധിക്യമായി. ആ പ്രായം കൊണ്ട് ഇനി അടുത്ത തവണ ഇത്തവണയോ പോയി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ഇനി അദ്ദേഹം വെറുതെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും പേരാവൂർ അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും വെറുതെ ഇങ്ങനെ പോവുക എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന 2031 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തണ്ടും തടിയും ആരോഗ്യം തനിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കെ സുധാകരൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്. ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഇനി എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു 3 വർഷക്കാലം കൂടെ കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന MP സ്ഥാനം കൂടി കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് നഷ്ടമാകും എന്നുള്ളതാണ് കെ സുധാകരൻ തന്നെ തിരിച്ചറിഞ്ഞ കാര്യം. തന്നെയുമല്ല, ഈ പറയുന്ന വലിയ തിമിംഗലങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ശേഷി, പ്രായം, അതോടൊപ്പം തന്നെ ആർജവം, ഇതൊന്നും തനിക്ക് ഇല്ല എന്നുള്ള ഒരു സ്വയം ബോധ്യം കൂടി കെ സുധാകരൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തനിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ മാറി ഇരുന്നു കൊണ്ട് തൽക്കാലം ചെറുമക്കളെയൊക്കെ കളിപ്പിച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായി കഴിഞ്ഞുകൂടാം എന്നുള്ളതാണ് ഇപ്പോൾ കെ സുധാകരൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. തന്നെയുമല്ല, അദ്ദേഹത്തിന് എതിരായി ഒരുപാട് ഗൂഢാലോചന ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല തിരിച്ചറിവുകളും കെ സുധാകരൻ ഉണ്ടായി. ഈ പറയുന്ന നേതാക്കന്മാരുടെ മുമ്പിൽ തനിക്കിനിയും പിടിച്ചു നിൽക്കാനേ കഴിയില്ല എന്നുള്ള ഒരു യഥാർത്ഥ മനോഭാവം ഇപ്പോഴും കെ സുധാകരന് കൈവന്നിരിക്കുന്നു. അതിൽ നിന്നാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി താൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.